അസുഖത്തിനാ നിങ്ങൾ ശ്യാമയെ ചികിത്സിക്കുന്നേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നോട് നിങ്ങൾ ഇത്ര സംശയങ്ങളൊന്നും ചോദിക്കണ്ട. ഡോക്ടർ വരുമ്പോ ചോദിച്ചാ മതി. ചോദിക്കും, ചോദിക്കാൻ തന്നെയാണ് തീരുമാനം. അയാളെ ഡോക്ടറോ അതോ കൊള്ളക്കാരുടെ തലവനോ? അവിടെയെങ്ങും ആരുമില്ല. എനിക്ക് സംശയമൊന്നുമില്ല. എന്നെ ആരും തള്ളിയിട്ടത് തന്നെയാ. എഴുതി സാറ് പറയുന്നത് കേട്ടില്ലേ? ആരോ സാറയെ കരുതി കൂട്ടി തള്ളിയതാണെന്ന്. അതെന്തിനാ ചെറിയച്ഛൻ ഞങ്ങളോട് ചോദിക്കുന്നത്? ചെറിയച്ഛൻ വന്നതിന്റെ പിന്നാലെയല്ലേ ഞങ്ങൾ വന്നത്. പിന്നെ അതിനു മുൻപ് ഞങ്ങൾ എവിടുന്ന് വന്ന് തള്ളിയിടാനാ? അത് ഇവര് പറയുന്നത് കാര്യമാ. ഇവരല്ല, വേറെ ആരുമാണ്. ഇവരല്ലാതെ വേറെ ആരാ? സാറേ വാ, എഴുന്നേക്ക്. പതുക്കെ. വാ. ആര് തള്ളിയിട്ടെന്നാ പറയുന്നത്? എനിക്കറിയില്ല മോളെ. പിന്നെ ചില കാര്യങ്ങൾക്ക് ഈശ്വരൻ വിധിക്കുന്നൊരു ശിക്ഷയുണ്ടല്ലോ. ശ്യാമ ഇതുവരെ ഉണർന്നിട്ടില്ല. ഇന്നലെ നിങ്ങൾ എന്ത് ഇഞ്ചക്ഷനാ കൊടുത്തത്? അതൊക്കെ ഡോക്ടറോട് ചോദിച്ചാ മതി. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ? ഈ നേരമായിട്ട് ശ്യാമ ഉണരാത്തതിന്റെ കാരണം എന്താ? എന്ത് അസുഖത്തിനാ നിങ്ങൾ ശ്യാമയെ ചികിത്സിക്കുന്നേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നോട് നിങ്ങൾ ഇത്ര സംശയങ്ങളൊന്നും ചോദിക്കണ്ട. ഡോക്ടർ വരുമ്പോ ചോദിച്ചാ മതി. ചോദിക്കും, ചോദിക്കാൻ തന്നെയാണ് തീരുമാനം. അയാളെ ഡോക്ടറോ അതോ കൊള്ളക്കാരുടെ തലവനോ? വെറുതെ ഡോക്ടർ ഒന്നും പറയണ്ട. സാറ് കേട്ട് വന്നാലുണ്ടല്ലോ. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ദ്രോഹിക്കുന്ന ആളല്ലേ. നാണമില്ലാത്ത മനുഷ്യൻ. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണിച്ചു കൊടുക്ക അയാൾക്ക്. സിസ്റ്ററെ, ഇവിടെയുള്ള മുറികളിൽ എത്രയോ പേരുണ്ട്. പക്ഷെ ഇത്രയും ഗംഭീരമായിട്ട് സംസാരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ സിസ്റ്ററെ? ഇരിക്കടി, ഇരിക്കടി. ഇരിക്കാനല്ലേ പറഞ്ഞേ? ഇരിക്കടി. എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് ഇറങ്ങിയ ഡോക്ടറെ പാഠം പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പുറത്തിറങ്ങാതെ നോക്കണ്ടേ? ഒരു ശബ്ദം പോലും വെളി വരരുത്. എന്നെ ആരും ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതിപ്പം നിയമമായാലും നിയമപാലകരായാലും ആരും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായി? ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സാമ്രാജ്യത്തില് ചോദ്യങ്ങളൊന്നും കേൾക്കാത്ത ചക്രവർത്തിയാടി ഞാൻ.
ഇനി നിന്റെ നാവീന്ന് എനിക്കോ എന്റെ സ്ഥാപനത്തിനോ എതിരെ ഒരു വാക്ക് വന്നാൽ ദേ ഇവക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷന്റെ ഡോസ് കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഇരട്ടിയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, ചിലർ ഓവർ ഡോസ് കൂടിക്കഴിഞ്ഞാല് ചത്തുപോകാറുണ്ട്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ ചാകില്ല, മനസ്സിലായി? ഇരുന്ന് വാങ്ങിച്ചതല്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ മൊത്തത്തിലൊരു കുഴപ്പമാണ് അല്ലടോ? അതേ വരാം. അവരങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ ബിച്ചു പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലങ്ങ് ഉറച്ചു. തന്നെ പോലെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞതോ? അതെ, എന്നെപ്പോലെ ഒരാളുണ്ടെങ്കിൽ അത് അമ്മ തന്നെ ആവുമല്ലോ. സാധ്യതകളൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയെ നമുക്കിടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയവരാരായാലും നമുക്ക് കണ്ണെത്തുന്ന ദൂരത്ത് അമ്മയെ കൊണ്ടുവിടുവോ? മാത്രമല്ല, ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അമ്മ എന്തിനാ വരുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പക്ഷേ ബിച്ചു അങ്ങനെ ഒരു കുഴപ്പക്കാരനായ പയ്യനൊന്നുമല്ല. മിക്കവാറും സമയങ്ങളിൽ അവന് നല്ല ബോധത്തിലാണ്. വല്ലപ്പോഴും ഒരിക്കലാണ് ഈ മനസ്സ് കൈവിട്ട് പോകുന്നത്. അപ്പോൾ അവൻ കണ്ടു എന്ന് പറഞ്ഞ കാഴ്ചകള് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ? രാധിക, അമ്മയെക്കുറിച്ചായതുകൊണ്ട് തൻ്റെ പ്രതീക്ഷയുടെ അളവ് എത്ര ആയിരിക്കും എന്ന് എനിക്കറിയാം. വലിയ നിരാശകളില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഇല്ല വരും. ആ ഹോസ്പിറ്റലിനകത്തൊന്ന് നടന്നു നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കൂട്ടത്തിൽ അമ്മയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനതെല്ലാം അതോടെ വിട്ടേനെ. പക്ഷെ ബിച്ചുവിൻ്റെ ഒരു വാക്ക്, അതെന്റെ പ്രതീക്ഷയായിട്ട് അങ്ങനെ കിടക്കുക. ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ മെന്റൽ ഹോസ്പിറ്റലുകൾക്ക് പല സമയത്തും ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതെന്നൊന്നും തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാ. പറഞ്ഞു കേട്ടുള്ള കഥകൾ വെച്ച് എത്രയോ ആളുകൾ രോഗത്തിന്റെ ഒരു ലക്ഷണവും ഇല്ലാതെ ഇത്തരം താവളങ്ങളിൽ വെച്ചിട്ട് മരിച്ചു വീഴണമെന്നറിയോ? നമുക്കെന്തായാലും ബിച്ചു പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാം. അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചേ പറ്റൂ.